welcome back to MR Physics tutorial. Electrostatic potential and capacitance എന്ന ചാപ്റ്ററിലെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടേമാണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ വേണ്ടി പോകുന്നത്. അല്ലെങ്കിൽ ആ ടേമിലേക്കാണ് നമ്മൾ ഇന്ന് കടക്കുന്നത്. കപ്പാസിറ്റേഴ്സ് ആൻഡ് കപ്പാസിറ്റൻസ്. എന്താണ് കപ്പാസിറ്റർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, കപ്പാസിറ്റർ ഈസ് an electronic device which is used to store electric charges. ഇലക്ട്രിക് ചാർജസ് സ്റ്റോർ ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്ന ഇലക്ട്രോണിക് ഡിവൈസുകൾക്ക് പറയുന്ന പേരാണ് കപ്പാസിറ്റേഴ്സ്. നമ്മളിവിടെ ഒരു മെറ്റൽ പ്ലേറ്റ് കൺസിഡർ ചെയ്യുകയാണ്. ഇതൊരു മെറ്റൽ പ്ലേറ്റ് ആണ്. ഈ ഒരു മെറ്റൽ പ്ലേറ്റ് ഈ ഒരു രീതിയിലാണ് മെറ്റൽ പ്ലേറ്റ് ഉള്ളത്. നമ്മൾ ഇതിന്റെ ഈ ഒരു സെക്ഷൻ മാത്രം, ഈ ഒരു സൈഡ് മാത്രമാണ് കാണുന്നത്. അതാണ് ഞാൻ ഇവിടെ വരച്ചത്. ഈ മെറ്റൽ പ്ലേറ്റിന് ഞാൻ പോസിറ്റീവ് ചാർജ് കൊടുത്തു. ആ പോസിറ്റീവ് ചാർജ് പ്ലേറ്റിൽ ഈക്വൽ ആയിട്ട് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യപ്പെട്ടു. ഈ മെറ്റൽ പ്ലേറ്റിന് ഒരു ഇലക്ട്രോസ്റ്റാറ്റിക് പൊട്ടൻഷ്യൽ ഉണ്ടാവും. എന്താണ് ഇലക്ട്രോസ്റ്റാറ്റിക് പൊട്ടൻഷ്യലിന്റെ ഡെഫിനിഷൻ? ഇൻഫിനിറ്റിയിൽ നിന്നും +1 കൂളം ചാർജിനെ ഈ പ്ലേറ്റിലേക്ക് കൊണ്ടുവരാൻ വേണ്ടിയിട്ട് ചെയ്യുന്ന വർക്കാണ് ഈ പ്ലേറ്റിന്റെ ഇലക്ട്രോസ്റ്റാറ്റിക് പൊട്ടൻഷ്യൽ. ഇൻഫിനിറ്റിയിൽ നിന്നും +1 കൂളം ചാർജിനെ ഈ പ്ലേറ്റിലേക്ക് കൊണ്ടുവരാൻ വേണ്ടി ശ്രമിക്കുമ്പോൾ ഈ പോസിറ്റീവ് ചാർജസ് +1 കൂളം ചാർജിന് എന്ത് ചെയ്യും? റിപ്പൽ ചെയ്യും. ആ റിപ്പൾസീവ് ഫോഴ്സിന് അഗെയിൻസ്റ്റ് ആയിട്ട് വർക്ക് ചെയ്താൽ മാത്രമേ +1 കൂളം ചാർജിന് ഇങ്ങോട്ടേക്ക് കൊണ്ടുവരാൻ കഴിയും. ആ വർക്കിനെയാണ് നമ്മൾ ഇലക്ട്രോസ്റ്റാറ്റിക് പൊട്ടൻഷ്യൽ എന്ന് പറയുന്നത്. ഇനി ഞാൻ ഈ പ്ലേറ്റിലേക്ക് കൂടുതൽ പോസിറ്റീവ് ചാർജ് കൊടുത്തു കഴിഞ്ഞാൽ, ഈ പ്ലേറ്റിലേക്ക് ഞാൻ കൂടുതൽ പോസിറ്റീവ് ചാർജ് കൊടുത്തു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ ഈ പ്ലേറ്റിൽ സ്റ്റോർ ചെയ്തിരിക്കുന്ന ചാർജിന്റെ വാല്യൂ കൂടിക്കഴിഞ്ഞാൽ എന്താണ് സംഭവിക്കുക? +1 കൂളം ചാർജ് എക്സ്പീരിയൻസ് ചെയ്യുന്ന ഇലക്ട്രോസ്റ്റാറ്റിക് ഫോഴ്സിന്റെ വാല്യൂ കൂടും, അല്ലേ? കാരണം ഇവിടെ പോസിറ്റീവ് ചാർജസിന്റെ വാല്യൂ കൂടിക്കഴിഞ്ഞു. പോസിറ്റീവ് ചാർജസിന്റെ വാല്യൂ കൂടുമ്പോൾ ഇൻഫിനിറ്റിയിൽ നിന്ന് നമ്മൾ കൊണ്ടുവരുന്ന +1 കൂളം ചാർജ് എക്സ്പീരിയൻസ് ചെയ്യുന്ന ഇലക്ട്രോസ്റ്റാറ്റിക് ഫോഴ്സ് കൂടും. അപ്പോൾ ആ ഇലക്ട്രോസ്റ്റാറ്റിക് ഫോഴ്സിന് അഗെയിൻസ്റ്റ് ആയിട്ട് നമ്മൾ കൂടുതൽ വർക്ക് പ്രയോഗിക്കേണ്ടി വരും. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ പ്ലേറ്റിന്റെ ഇലക്ട്രോസ്റ്റാറ്റിക് പൊട്ടൻഷ്യൽ എന്ത് ചെയ്യുന്നു? ഇൻക്രീസ് ചെയ്യുന്നു. അപ്പോൾ ഈ പ്ലേറ്റിൽ സ്റ്റോർ ചെയ്തിരിക്കുന്ന, ഇപ്പൊ ഈ പ്ലേറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചാർജ് സ്റ്റോർ ചെയ്യുന്ന ഒരു ഡിവൈസ് ആണ്, അല്ലെങ്കിൽ ഈ പ്ലേറ്റ് നമുക്ക് ഒരു കപ്പാസിറ്റർ ആയിട്ട് കൺസിഡർ ചെയ്യാം. അപ്പൊ ഈ പ്ലേറ്റിൽ സ്റ്റോർ ചെയ്തിരിക്കുന്ന ചാർജിന്റെ വാല്യൂ ഇൻക്രീസ് ചെയ്തപ്പോൾ ഈ പ്ലേറ്റിന്റെ ഇലക്ട്രോസ്റ്റാറ്റിക് പൊട്ടൻഷ്യലിന്റെ വാല്യൂ എന്ത് ചെയ്തു? ഇൻക്രീസ് ചെയ്തു. അതായത് വി ക്യാൻ റൈറ്റ് ചാർജ് സ്റ്റോർഡ് ഇൻ ദിസ് പ്ലേറ്റ്, നമ്മളത് ക്യാപിറ്റൽ Q എന്ന ലെറ്റർ ഡിനോട്ട് ചെയ്യുന്നു, ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു ഇലക്ട്രോസ്റ്റാറ്റിക് പൊട്ടൻഷ്യൽ ഓഫ് ദി പ്ലേറ്റ്. ചാർജിന്റെ വാല്യൂ കൂടുമ്പോൾ ഇലക്ട്രോസ്റ്റാറ്റിക് പൊട്ടൻഷ്യലിന്റെ വാല്യൂ കൂടും. ചാർജിന്റെ വാല്യൂ കുറയുമ്പോൾ ഇലക്ട്രോസ്റ്റാറ്റിക് പൊട്ടൻഷ്യലിന്റെ വാല്യൂ കുറയും. ചാർജ് 0 ആണെങ്കിൽ പ്ലേറ്റിന്റെ പൊട്ടൻഷ്യലും 0 ആയിരിക്കും. Therefore we can write Q is directly proportional to V. Or we can write Q is equal to a constant C into V. ഇവിടെ നമ്മൾ പുതിയൊരു ടേം ഇൻട്രൊഡ്യൂസ് ചെയ്യുകയാണ്. C is called capacitance of this conductor. ഈ കണ്ടക്ടറിന്റെ അല്ലെങ്കിൽ ഈ കപ്പാസിറ്ററിന്റെ കപ്പാസിറ്റൻസ് എന്നാണ് നമ്മൾ ഈ C എന്ന ലെറ്റർ കൊണ്ട് ഡിനോട്ട് ചെയ്യുന്നത്. ഓക്കെ, therefore we can write what? C is equal to Q divided by V. അപ്പോൾ നമ്മൾ കപ്പാസിറ്റൻസ് ഓഫ് എ കണ്ടക്ടർ അല്ലെങ്കിൽ ഒരു കപ്പാസിറ്ററിന്റെ കപ്പാസിറ്റൻസ് നമുക്ക് എങ്ങനെ ഡിഫൈൻ ചെയ്യാം? കപ്പാസിറ്റൻസ് ഈസ് ദ റേഷ്യോ ഓഫ് ചാർജ് സ്റ്റോർഡ് ഇൻ ദാറ്റ് കപ്പാസിറ്റർ ടു ഇറ്റ്സ് ഇലക്ട്രോസ്റ്റാറ്റിക് പൊട്ടൻഷ്യൽ. Capacitance of a capacitor is the ratio of charge stored in the capacitor to the electrostatic potential. C is equal to Q divided by V. എന്താണ് സിയുടെ യൂണിറ്റ്? കപ്പാസിറ്റൻസിന്റെ യൂണിറ്റ് എന്താണ്? നമുക്കറിയാം ചാർജിന്റെ യൂണിറ്റ് കൂളം എന്നാണ്, പൊട്ടൻഷ്യലിന്റെ യൂണിറ്റ് വോൾട്ട് എന്നാണ്. അപ്പോൾ കൂളം പെർ വോൾട്ട്, ഓർ നമ്മൾ കൂളം പെർ വോൾട്ട് എന്ന് പറയുന്നതിന് പകരം സാധാരണ നമ്മൾ കപ്പാസിറ്റൻസിന്റെ യൂണിറ്റ് പറയുന്നത് ഫാരഡ് എന്ന യൂണിറ്റിലാണ്. And it is represented by the capital letter F. Okay. Now how we can define capacitance of a capacitor or capacitance of a conductor? It is the ratio of charge stored by the capacitor to its electrostatic potential. ഒന്നുകൂടി ഞാൻ പറയാം. ഒരു കണ്ടക്ടറിൽ സ്റ്റോർ ചെയ്തിരിക്കുന്ന ചാർജ് അതിന്റെ ഇലക്ട്രോസ്റ്റാറ്റിക് പൊട്ടൻഷ്യലിന് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ആണ്. Q is directly proportional to V. Or Q is equal to C into V, where C is a constant and is called the capacitance of the conductor or capacitance of the capacitor. Therefore, we can write C is equal to Q by V. Hence, we can define capacitance as the ratio of
charge to electrostatic potential. C is equal to Q by V. Its unit is farad and it's represented by the letter F. Okay. And when we have the equation C is equal to Q by V, when V equal to 1 volt, C is equal to Q in the when V equal to 1 volt, C is equal to Q in the now we will capacitance define capacitance is the charge given to a conductor or charge given to a capacitor. Capacitance is the charge. Capacitance of a capacitor is the charge given to that capacitor or conductor so that its potential increases by 1 volt. ഒരു കപ്പാസിറ്ററിലേക്ക് നമ്മൾ എന്ത് ചെയ്യുന്നു? ചാർജ് കൊടുക്കുന്നു. അതിന്റെ ഫലമായിട്ട് ആ കപ്പാസിറ്ററിന്റെ ഇലക്ട്രോസ്റ്റാറ്റിക് പൊട്ടൻഷ്യൽ എത്ര വർദ്ധിക്കുന്നു? 1 വോൾട്ട് വർദ്ധിക്കുന്നു. ആ ചാർജിനെയാണ് കപ്പാസിറ്ററിന്റെ പൊട്ടൻഷ്യൽ 1 വോൾട്ട് വർദ്ധിപ്പിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ അപ്ലൈ ചെയ്ത നമ്മൾ അതിലേക്ക് കൊടുത്ത ചാർജിനെയാണ് നമ്മൾ എന്ത് പേര് പറയുന്നത്? കപ്പാസിറ്റൻസ് എന്ന് പറയുന്നത്. അപ്പോൾ കപ്പാസിറ്റൻസ് ഈസ് ദ ചാർജ് ഗിവൺ ടു എ കണ്ടക്ടർ സോ ദാറ്റ് ഇറ്റ്സ് പൊട്ടൻഷ്യൽ ഇൻക്രീസസ് ബൈ 1 വോൾട്ട്. ഇതാണ് കപ്പാസിറ്റൻസിന്റെ ഡെഫിനിഷൻ. ഓക്കെ, നമ്മളിവിടെ പറഞ്ഞത് ഒരു സിംഗിൾ മെറ്റൽ പ്ലേറ്റിന്റെ കേസാണ്. നമ്മളൊരു സിംഗിൾ മെറ്റൽ പ്ലേറ്റ് കൺസിഡർ ചെയ്തു. അതിന് നമ്മൾ എന്ത് ചാർജാണ് കൊടുത്തത്? പോസിറ്റീവ് ചാർജാണ് കൊടുത്തത്. അതിന് Q എന്ന് പറയുന്ന ചാർജ് കൊടുത്തപ്പോൾ അതിന്റെ പൊട്ടൻഷ്യൽ എത്രയായിട്ട് ഇൻക്രീസ് ചെയ്തു? V ആയിട്ട് ഇൻക്രീസ് ചെയ്തു. നമ്മൾ പറഞ്ഞു Q ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു V or Q ഈസ് ഈക്വൽ ടു C into V where C ഈസ് ഈക്വൽ ടു Q by V ഈസ് കോൾഡ് കപ്പാസിറ്റൻസ്. C എന്നത് ഈ പ്ലേറ്റിന്റെ ഈ കണ്ടക്ടറിന്റെ എന്താണ്? കപ്പാസിറ്റൻസ് ആണ്. അപ്പൊ കപ്പാസിറ്റൻസ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് ചാർജ് സ്റ്റോർ ചെയ്യാനുള്ള ഈ പ്ലേറ്റിന്റെ എബിലിറ്റിയാണ്. അതുകൊണ്ട് തന്നെ ഈ ഒരു പ്ലേറ്റിന് ചാർജ് സ്റ്റോർ ചെയ്യാൻ പറ്റുന്നുണ്ട്. അതുകൊണ്ട് നമുക്ക് ഈ ഒരു പ്ലേറ്റിനെ കപ്പാസിറ്റർ എന്ന് വിളിക്കാം. പക്ഷെ സാധാരണ രീതിയിൽ കപ്പാസിറ്റർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ് ഈസ് എ സിസ്റ്റം ഓഫ് 2 പാരലൽ പ്ലേറ്റ്സ്. നമ്മളത് പാരലൽ പ്ലേറ്റ് കപ്പാസിറ്റർ എന്നാണ് പറയുന്നത്. Capacitor is a system of 2 parallel plates. They are separated by a medium. That medium is called dielectric medium. Dielectric medium എന്താണെന്നും ഡൈഇലക്ട്രിക്സിനെ പറ്റിയിട്ട് നമ്മൾ ഡീറ്റെയിൽഡ് ആയിട്ട് ഇതിന് ശേഷം പഠിക്കുന്നുണ്ട്. അപ്പോൾ എന്താണ് കപ്പാസിറ്റർ എന്ന് പറഞ്ഞാൽ ശരിക്കും കപ്പാസിറ്റർ ഈസ് എ സിസ്റ്റം ഓഫ് 2 പാരലൽ പ്ലേറ്റ്സ്. നമ്മൾ നേരത്തെ പറഞ്ഞത് തന്നെയാണ് കപ്പാസിറ്ററിന്റെ ഡെഫിനിഷൻ. ഇറ്റ് ഈസ് എ ഡിവൈസ് യൂസ്ഡ് ടു സ്റ്റോർ ഇലക്ട്രിക് ചാർജസ്. ആ ഡെഫിനിഷൻ പ്രകാരം ഒരു മെറ്റൽ പ്ലേറ്റ് നമുക്ക് എന്തായിട്ട് കൺസിഡർ ചെയ്യാം? കപ്പാസിറ്റർ ആയിട്ട് കൺസിഡർ ചെയ്യാം. കാരണം ആ മെറ്റൽ പ്ലേറ്റ് എന്ത് സ്റ്റോർ ചെയ്യാൻ പറ്റും? ഇലക്ട്രിക് ചാർജ് സ്റ്റോർ ചെയ്യാൻ പറ്റും. ഓക്കെ, പക്ഷേ സാധാരണ രീതിയിൽ ഒരു കപ്പാസിറ്റർ എന്ന് പറയുന്നത് നമ്മൾ എങ്ങനെയാണ്? ഇറ്റ് ഈസ് എ സിസ്റ്റം ഓഫ് 2 പാരലൽ പ്ലേറ്റ്സ് സെപ്പറേറ്റഡ് ബൈ എ മീഡിയം. അപ്പോൾ ആ സിസ്റ്റത്തിന് പറയുന്ന പേരാണ് പാരലൽ പ്ലേറ്റ് കപ്പാസിറ്റർ. ഇനി എന്താണ് പാരലൽ പ്ലേറ്റ് കപ്പാസിറ്ററിന്റെ പ്രിൻസിപ്പിൾ? അപ്പൊ എന്തുകൊണ്ടാണ് നമ്മളൊരു സിംഗിൾ പ്ലേറ്റ് യൂസ് ചെയ്യുന്നതിന് പകരം കപ്പാസിറ്റർ ആയിട്ട് ഒരു സിംഗിൾ പ്ലേറ്റ് യൂസ് ചെയ്യുന്നതിന് പകരം പാരലൽ പ്ലേറ്റ്സ് കൺസിഡർ ചെയ്യുന്നത്? അതാണ് നമ്മൾ പഠിക്കാൻ വേണ്ടി പോകുന്നത്. നമ്മൾക്കറിയാം ഈ ഒരു പ്ലേറ്റിന്റെ കപ്പാസിറ്റൻസ് C ഈസ് ഈക്വൽ ടു എന്താണ്? Q by V എന്നാണ്. C ഈസ് ഈക്വൽ ടു Q by V. അതായത് ഈ പ്ലേറ്റിലേക്ക് Q കൂളം ചാർജ് കൊടുത്തപ്പോൾ ഇതിന്റെ പൊട്ടൻഷ്യൽ എത്രയായിട്ട് ഇൻക്രീസ് ചെയ്തു? V വോൾട്ട് ആയിട്ട് ഇൻക്രീസ് ചെയ്തു. ഓക്കെ, ഫോർ എക്സാമ്പിൾ ഒരു പ്ലേറ്റിലേക്ക് ഞാൻ 6 കൂളം ചാർജ് കൊടുത്തപ്പോൾ അതിന്റെ പൊട്ടൻഷ്യൽ 2 വോൾട്ട് ആയിട്ട് ഇൻക്രീസ് ചെയ്തു. അങ്ങനെയാണെങ്കിൽ ഈ ഒരു പ്ലേറ്റിന്റെ കപ്പാസിറ്റൻസ് എത്രയാണ്? C ഈസ് ഈക്വൽ ടു Q by V 6/2 ഈസ് ഈക്വൽ ടു 3 ഫാരഡ് എന്നാണ്. ഞാൻ വേറൊരു പ്ലേറ്റ് കൺസിഡർ ചെയ്യുന്നു. ആ പ്ലേറ്റിലേക്ക് ഞാൻ സെയിം ചാർജ് 6 കൂളം കൊടുത്തപ്പോൾ ആ പ്ലേറ്റിന്റെ പൊട്ടൻഷ്യൽ 1 വോൾട്ട് ആയിട്ടാണ് ഇൻക്രീസ് ചെയ്തത്. ഒന്നാമത്തെ പ്ലേറ്റിൽ ഞാൻ 6 കൂളം കൊടുത്തപ്പോൾ 2 വോൾട്ട് ആയിട്ട് പൊട്ടൻഷ്യൽ ഇൻക്രീസ് ചെയ്തിട്ടുണ്ടെങ്കിൽ രണ്ടാമത്തെ പ്ലേറ്റിൽ ഞാൻ 6 കൂളം കൊടുത്തപ്പോൾ എത്ര വോൾട്ട് ആയിട്ട് മാത്രമേ ഇൻക്രീസ് ചെയ്തിട്ടുള്ളൂ? 1 വോൾട്ട് ആയിട്ടാണ് ഇൻക്രീസ് ചെയ്തത്. അതായത് വിന്റെ വാല്യൂ കുറവാണ് രണ്ടാമത്തെ കേസ്. അങ്ങനെയാകുമ്പോൾ ഇതിന്റെ കപ്പാസിറ്റൻസ് C ഈസ് ഈക്വൽ ടു 6/1 Q by V. 6/1 ഈസ് ഈക്വൽ ടു എത്രയാണ്? 6 ഫാരഡ് ആണ്. അപ്പൊ നമുക്ക് ഇവിടെ നിന്ന് എന്ത് വ്യക്തമാകുന്നുണ്ട്? സെയിം എമൗണ്ട് ഓഫ് ചാർജ് കൊടുക്കുന്നു. രണ്ട് കേസിൽ നമ്മൾ കൊടുത്തത് സെയിം എമൗണ്ട് ഓഫ് ചാർജ് ആണ്. പക്ഷെ
ഒന്നാമത്തെ കേസിൽ അത്രയും ചാർജ് കൊടുത്തപ്പോൾ പൊട്ടൻഷ്യൽ 2 വോൾട്ട് ആയിട്ട് വർദ്ധിച്ചിട്ടുണ്ടെങ്കിൽ രണ്ടാമത്തെ കേസിൽ എത്ര ആയിട്ടേ വർദ്ധിച്ചിട്ടുള്ളൂ? 1 വോൾട്ട് ആയിട്ടേ വർദ്ധിച്ചിട്ടുള്ളൂ. അതുകൊണ്ട് തന്നെ രണ്ടാമത്തെ കേസിൽ രണ്ടാമത്തെ കണ്ടക്ടർ എന്ത് കൂടുതലാണ്? കപ്പാസിറ്റൻസ് കൂടുതലാണ്. ഒന്നാമത്തെ കണ്ടക്ടറിന്റെ കേസിൽ കപ്പാസിറ്റൻസ് 3 ഫാരഡ് ആണ്, അത് കുറവാണ്. രണ്ടാമത്തതിന്റെ പകുതി മാത്രമേ ഉള്ളൂ. അപ്പൊ വിന്റെ വാല്യൂ കുറവാണെങ്കിൽ കപ്പാസിറ്റൻസ് എന്തായിരിക്കും? കൂടുതലായിരിക്കും. അപ്പൊ കപ്പാസിറ്റൻസ് ഇൻഡിക്കേറ്റ് ചെയ്യുന്നത് ചാർജ് സ്റ്റോർ ചെയ്യാനുള്ള ഒരു കണ്ടക്ടറിന്റെ എബിലിറ്റിയാണ്. അപ്പൊ ആ എബിലിറ്റി കൂടണമെങ്കിൽ ഇൻക്രീസ് ചെയ്യുന്ന പൊട്ടൻഷ്യലിന്റെ വാല്യൂ എന്ത് ചെയ്യണം? കുറയണം. സെയിം എമൗണ്ട് ഓഫ് ചാർജ് കൊടുക്കുമ്പോൾ ഇൻക്രീസ് ചെയ്യുന്ന പൊട്ടൻഷ്യലിന്റെ വാല്യൂ കുറയുമ്പോൾ വിന്റെ വാല്യൂ, വി ഡിനോമിനേറ്ററിലാണുള്ളത്, സി ഈസ് ഈക്വൽ ടു ക്യൂ ബൈ വി എന്നാണ് ഇക്വേഷൻ. വി ഡിനോമിനേറ്ററിലാണുള്ളത്. വിന്റെ വാല്യൂ കുറയുമ്പോൾ കപ്പാസിറ്റൻസിന്റെ വാല്യൂ എന്ത് ചെയ്യുന്നു? ഇൻക്രീസ് ചെയ്യുന്നു. അപ്പൊ നമ്മൾക്ക് വേണ്ടത് ശരിക്കും കപ്പാസിറ്റൻസ് കൂടിയ ഡിവൈസ് ആണ്. കാരണം അതിനെന്ത് ചെയ്യാൻ പറ്റും? കൂടുതൽ ചാർജ്, സെയിം പൊട്ടൻഷ്യലിൽ കൂടുതൽ ചാർജ് എന്ത് ചെയ്യാൻ പറ്റും? സ്റ്റോർ ചെയ്യാൻ പറ്റും. അങ്ങനെ കപ്പാസിറ്റൻസ് കൂട്ടാനുള്ള മാർഗം എന്താണ്? ആ പ്ലേറ്റിന്റെ പൊട്ടൻഷ്യൽ എന്ത് ചെയ്യുക? കുറക്കുക എന്നുള്ളതാണ്. അങ്ങനെ പൊട്ടൻഷ്യൽ കുറക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ചെയ്യുന്നത്, ഈ ഒരു പോസിറ്റീവ്ലി ചാർജ് പ്ലേറ്റിന്റെ അടുത്ത് നമ്മൾ വേറൊരു ന്യൂട്രൽ പ്ലേറ്റ് കൊണ്ടുവെക്കുന്നു, ഒരു പാരലൽ പ്ലേറ്റ് ഇതിനടുത്ത് കൊണ്ടുവെക്കുന്നു. ഈ പ്ലേറ്റിന് പാരലാണ് ഇത്. അതുകൊണ്ടാണ് ഈ സിസ്റ്റത്തിന് നമ്മൾ എന്ത് പേര് പറയുന്നത്? പാരലൽ പ്ലേറ്റ് കപ്പാസിറ്റർ എന്ന് പറയുന്നത്. ഇങ്ങനെ വെച്ച് കഴിഞ്ഞാൽ എന്താണ് സംഭവിക്കുക? നിങ്ങൾ നോക്കുക, ഇനീഷ്യലി ഈ പ്ലേറ്റ് മാത്രം ഉള്ളപ്പോൾ ഇതിന്റെ പൊട്ടൻഷ്യൽ 100 വോൾട്ട് ആണെന്ന് വിചാരിക്കും. ഇതിൽ ക്യൂ കൂളം ചാർജ് കൊടുത്തപ്പോൾ ഇതിന്റെ പൊട്ടൻഷ്യൽ എത്രയായിരുന്നു? 100 വോൾട്ട് ആണ്. ഇനി ഞാൻ എന്ത് ചെയ്തു? ഇതിനടുത്തേക്ക് വേറൊരു പ്ലേറ്റ്, ഒരു ന്യൂട്രൽ പ്ലേറ്റ് ഇതിനടുത്തേക്ക് കൊണ്ടുവച്ചു. ഇതിന് ചാർജ് ഒന്നും ഇല്ല. പക്ഷെ ഈ പോസിറ്റീവ്ലി ചാർജ് പ്ലേറ്റിന്റെ എഫക്റ്റ് മൂലം ഇവിടെ എന്ത് ചാർജ് ഇൻഡ്യൂസ് ചെയ്യും? ഈ എൻഡിൽ, പ്ലേറ്റിന്റെ ഇപ്പുറത്തെ സൈഡിൽ എന്ത് ചാർജ് ഇൻഡ്യൂസ് ചെയ്യും? നെഗറ്റീവ് ചാർജ് ഇൻഡ്യൂസ് ചെയ്യും. അതായത് പ്ലേറ്റിന്റെ അകത്തുള്ള ഇലക്ട്രോൺസ് ഒക്കെ ഈ ഒരു സൈഡിൽ വന്നിട്ട് അക്യുമുലേറ്റ് ചെയ്യും. ദാറ്റ് മീൻസ് ഈ ഒരു സൈഡിൽ എന്ത് ചാർജ് കിട്ടും? നെഗറ്റീവ് ചാർജ് കിട്ടും. ഓപ്പോസിറ്റ് സൈഡിൽ എന്ത് ചാർജ് കിട്ടും? പോസിറ്റീവ് ചാർജ് കിട്ടും. ഇനി ഞാൻ ഈ ഓപ്പോസിറ്റ് സൈഡ്, പോസിറ്റീവ് ചാർജ് ഉള്ള സൈഡ് ഞാൻ എന്ത് ചെയ്യാണ്? എർത്ത് ചെയ്യാണ്. എർത്തുമായിട്ട്, ഗ്രൗണ്ടുമായിട്ട് കണക്ട് ചെയ്യാണ്. അപ്പോൾ എന്താ സംഭവിക്കുക? ഗ്രൗണ്ടിൽ നിന്നും ഇലക്ട്രോൺസ് ഈ പ്ലേറ്റിലേക്ക് വന്നിട്ട് ഈ പോസിറ്റീവ് ചാർജിനെ കംപ്ലീറ്റ് എന്ത് ചെയ്യും? ന്യൂട്രലൈസ് ചെയ്യും. ഇനി നമ്മൾക്ക് കിട്ടുന്ന സിസ്റ്റം നിങ്ങൾ നോക്കുക. 2 പാരലൽ പ്ലേറ്റ്സ്. ഒന്നിന് എന്ത് ചാർജാണ്? പോസിറ്റീവ് ചാർജാണ്. മറ്റേതിന് എന്ത് ചാർജാണ്? ഈക്വൽ നെഗറ്റീവ് ചാർജാണ്. They are separated by a particular distance. ഇങ്ങനെ ഒരു സിസ്റ്റമാണ് നമുക്ക് കിട്ടുന്നത്. ഈ സിസ്റ്റത്തെയാണ് എന്ത് പേര് പറയുന്നത്? പാരലൽ പ്ലേറ്റ് കപ്പാസിറ്റർ എന്ന് പറയുന്നത്. നേരത്തെ ഈ പ്ലേറ്റിന്റെ പൊട്ടൻഷ്യൽ എത്രയായിരുന്നു? 100 വോൾട്ട് ആയിരുന്നു. പക്ഷെ അതിനടുത്തേക്ക് ഒരു നെഗറ്റീവ്ലി ചാർജ്ഡ് പ്ലേറ്റ് കൊണ്ടുവച്ചു കഴിഞ്ഞാൽ എന്താ സംഭവിക്കുക? നിങ്ങൾ നോക്കുക. ഇപ്പോഴും ആദ്യം ഈ പ്ലേറ്റ് ഉണ്ടായിരുന്ന പൊട്ടൻഷ്യൽ 100 വോൾട്ട് ആണ്. അത് ഞാൻ ഇവിടെ എഴുതുന്നു, 100 വോൾട്ട്. പക്ഷെ ഈ പ്ലേറ്റ് ഇപ്പോഴുള്ളത് ഒരു നെഗറ്റീവ്ലി ചാർജ്ഡ് പ്ലേറ്റിൽ നിന്നും പെർട്ടിക്കുലർ ഡിസ്റ്റൻസ് അകലെയാണ്. അപ്പൊ ഈ നെഗറ്റീവ്ലി ചാർജ്ഡ് പ്ലേറ്റ് മൂലമുള്ള, ഈ പ്ലേറ്റ് മൂലമുള്ള പൊട്ടൻഷ്യൽ ഈ പ്ലേറ്റിൽ ഉണ്ടാവും, പോസിറ്റീവ്ലി ചാർജ്ഡ് പ്ലേറ്റിൽ ഉണ്ടാവും. നെഗറ്റീവ്ലി ചാർജ്ഡ് പ്ലേറ്റ് മൂലം ഉണ്ടാവുന്ന പൊട്ടൻഷ്യൽ ഈ പോസിറ്റീവ്ലി ചാർജ്ഡ് പ്ലേറ്റിൽ ഉണ്ടാവും, അല്ലെ? നെഗറ്റീവ്ലി ചാർജ്ഡ് പ്ലേറ്റിൽ, ഈ പ്ലേറ്റിൽ ഇവിടെ ഒരു പൊട്ടൻഷ്യൽ ഉണ്ടാവും. ഇവിടുന്ന് ഇങ്ങോട്ടേക്ക് പോകും തോറും പൊട്ടൻഷ്യൽ ഡിക്രീസ് ചെയ്ത് വരും. കാരണം ഡിസ്റ്റൻസ് കൂടുന്നതോറും പൊട്ടൻഷ്യൽ കുറയും. ഈ പോയിന്റിൽ എത്തുമ്പോൾ ഈ പോയിന്റിൽ എന്തുണ്ടാവും? ഇലക്ട്രോസ്റ്റാറ്റിക് പൊട്ടൻഷ്യൽ ഉണ്ടാവും. പക്ഷെ ഇത് നെഗറ്റീവ്ലി ചാർജ്ഡ് പ്ലേറ്റ് ആയതുകൊണ്ട് ഈ പോയിന്റിൽ ഉണ്ടാവുന്ന, ഈ ഒരു പ്ലേറ്റിൽ ഉണ്ടാവുന്ന പൊട്ടൻഷ്യൽ നെഗറ്റീവ് പൊട്ടൻഷ്യൽ ആയിരിക്കും. സപ്പോസ് ഈ നെഗറ്റീവ്ലി ചാർജ്ഡ് പ്ലേറ്റ് മൂലം ഈ പ്ലേറ്റിൽ ഉണ്ടാവുന്ന പൊട്ടൻഷ്യൽ ഒരു -40 വോൾട്ട് ആണെന്ന് വിചാരിക്കും. ഓൾറെഡി ഈ പ്ലേറ്റിന്റെ പൊട്ടൻഷ്യൽ എത്രയാണ്? 100 വോൾട്ട്. പക്ഷെ അതിനടുത്തേക്ക് ഒരു നെഗറ്റീവ്ലി ചാർജ്ഡ് പ്ലേറ്റ് കൊണ്ടുവച്ചപ്പോൾ ആ നെഗറ്റീവ്ലി ചാർജ്ഡ് പ്ലേറ്റ് മൂലം ഈ പ്ലേറ്റിലെ പൊട്ടൻഷ്യൽ എത്രയാണ്? -40 വോൾട്ട്. അങ്ങനെയാണെങ്കിൽ ഈ പ്ലേറ്റിന്റെ ടോട്ടൽ പൊട്ടൻഷ്യൽ എത്രയാണ്? 100 + -40 is equal to 60 വോൾട്ട്. ദാറ്റ് മീൻസ് നേരത്തെ ഈ പ്ലേറ്റിന് 100 വോൾട്ട് ആണ് ഉണ്ടായിരുന്നെങ്കിൽ പൊട്ടൻഷ്യൽ, ഇപ്പൊ ഈ പ്ലേറ്റിന്റെ പൊട്ടൻഷ്യൽ എത്രയായിട്ട് ഡിക്രീസ് ചെയ്തു? 60 വോൾട്ട് ആയിട്ട് ഡിക്രീസ് ചെയ്തു. നമ്മൾക്കറിയാം കപ്പാസിറ്റൻസ് C is equal to എത്രയാണ്? Q/V ആണ്. നേരത്തെ വിന്റെ വാല്യൂ എത്രയായിരുന്നു? 100 വോൾട്ട് ആയിരുന്നു. പക്ഷെ അതിനടുത്തേക്ക് ഒരു പാരലൽ പ്ലേറ്റ് കൊണ്ടുവച്ചപ്പോൾ വിന്റെ വാല്യൂ എന്ത് സംഭവിച്ചു? അത് 60 വോൾട്ട് ആയിട്ട് എന്ത് ചെയ്തു? ഡിക്രീസ് ചെയ്തു. മീൻസ് ഈ പ്ലേറ്റിന്റെ
പൊട്ടൻഷ്യലിന്റെ വാല്യൂ എന്ത് ചെയ്തു? ഡിക്രീസ് ചെയ്തു. പൊട്ടൻഷ്യലിന്റെ വാല്യൂ ഡിക്രീസ് ചെയ്യുമ്പോൾ പ്ലേറ്റിന്റെ കപ്പാസിറ്റൻസ് എന്ത് ചെയ്യും? ഇൻക്രീസ് ചെയ്യും. ഓക്കെ, അപ്പൊ ഇതാണ് പാരലൽ പ്ലേറ്റ് കപ്പാസിറ്ററിന്റെ പ്രിൻസിപ്പിൾ. നമ്മൾക്കറിയാം ഒരു പ്ലേറ്റിനെ സംബന്ധിച്ചിടത്തോളം അതിന്റെ കപ്പാസിറ്റൻസിന്റെ ഇക്വേഷൻ എന്താണ്? C is equal to Q/V എന്നാണ്. കപ്പാസിറ്റൻസ് ഇൻഡിക്കേറ്റ് ചെയ്യുന്നത് ചാർജ് സ്റ്റോർ ചെയ്യാനുള്ള എബിലിറ്റിയാണ്. ഓക്കെ, അപ്പൊ കപ്പാസിറ്റൻസ് കൂടണമെങ്കിൽ, ചാർജ് സ്റ്റോർ ചെയ്യാനുള്ള എബിലിറ്റി കൂടണമെങ്കിൽ C is equal to Q/V എന്നല്ലേ? വിന്റെ വാല്യൂ എന്ത് ചെയ്യണം? ഡിക്രീസ് ചെയ്യണം. അത് Q കൂളം ചാർജ് കൊടുക്കുന്ന സമയത്ത് ഇൻക്രീസ് ചെയ്യുന്ന പൊട്ടൻഷ്യലിന്റെ വാല്യൂ ആണ് V. ആ ഇൻക്രീസ് ചെയ്യുന്ന പൊട്ടൻഷ്യലിന്റെ വാല്യൂ വിന്റെ വാല്യൂ കുറവാണെങ്കിൽ ആ പ്ലേറ്റിന് കപ്പാസിറ്റൻസ് കൂടുതലായിരിക്കും. ഓക്കെ, അപ്പൊ അങ്ങനെ വിന്റെ വാല്യൂ കുറച്ചിട്ട് നമുക്ക് എന്ത് കൂട്ടാൻ പറ്റും? കപ്പാസിറ്റൻസിന്റെ വാല്യൂ കൂട്ടാൻ പറ്റും. അങ്ങനെ വിന്റെ വാല്യൂ കുറച്ചിട്ട് കപ്പാസിറ്റൻസിന്റെ വാല്യൂ കൂട്ടാൻ വേണ്ടിയിട്ട് ഞാൻ എന്ത് ചെയ്യാണ്? ഈ പോസിറ്റീവ്ലി ചാർജ്ഡ് പ്ലേറ്റിന്റെ അടുത്തേക്ക് ഒരു ന്യൂട്രൽ പ്ലേറ്റ് വെച്ചു. ഈ ഒരു ന്യൂട്രൽ പ്ലേറ്റ് വെച്ചപ്പോൾ എന്താ സംഭവിച്ചത്? ഈ സൈഡിൽ, പ്ലേറ്റിന്റെ ഈ സൈഡിൽ, അതായത് പോസിറ്റീവ്ലി ചാർജ്ഡ് പ്ലേറ്റിനോട് അടുത്തുള്ള സൈഡിൽ നെഗറ്റീവ് ചാർജസ് ഇൻഡ്യൂസ് ചെയ്തു. ഓപ്പോസിറ്റ് സൈഡിൽ പോസിറ്റീവ് ചാർജസ് ഇൻഡ്യൂസ് ചെയ്തു. ഈ പോസിറ്റീവ് ചാർജസിനെ ഈ ഓപ്പോസിറ്റ് സൈഡ് എർത്തുമായിട്ട് കണക്ട് ചെയ്തപ്പോൾ എർത്തിൽ നിന്നും ഇലക്ട്രോൺസ് ഈ പ്ലേറ്റിലേക്ക് വന്നിട്ട് കംപ്ലീറ്റ് പോസിറ്റീവ് ചാർജസിനെ എന്ത് ചെയ്തു? ന്യൂട്രലൈസ് ചെയ്തു. അപ്പൊ ഈ എൻഡിൽ എന്ത് ചാർജ് മാത്രമേ ഉള്ളൂ? നെഗറ്റീവ് ചാർജ്. ഇപ്പുറത്തെ എൻഡിൽ എന്ത് ചാർജ്? പോസിറ്റീവ് ചാർജ്. ഇങ്ങനെ ഒരു സിസ്റ്റം നമ്മൾക്ക് കിട്ടി. ഈ സിസ്റ്റത്തെയാണ് എന്ത് പേര് പറയുന്നത്? പാരലൽ പ്ലേറ്റ് കപ്പാസിറ്റർ എന്ന് പറയുന്നത്. എ സിസ്റ്റം ഓഫ് ടു പാരലൽ പ്ലേറ്റ്സ്. They are separated by a particular distance. ഈ ഡിസ്റ്റൻസുകൾ, ഈ രണ്ട് പ്ലേറ്റുകൾക്കിടയിൽ എന്താണ്? ഒരു പർട്ടിക്കുലർ മീഡിയം ആണ് ഉണ്ടാവുക. ആ മീഡിയം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഫ്രീ സ്പേസ് ആവാം, എയർ ആവാം, വേറെ എന്തെങ്കിലും മെറ്റീരിയൽ ആവാം. അതിന് നമ്മൾ ഡൈ ഇലക്ട്രിക് മീഡിയം എന്നാണ് പറയുന്നത്. അപ്പോൾ എന്താണ് സംഭവിച്ചത്? ഇങ്ങനെ ഒരു നെഗറ്റീവ്ലി ചാർജ്ഡ് പ്ലേറ്റ് ഇതിന്റെ അടുത്ത് കൊണ്ടുവച്ചപ്പോൾ എന്ത് സംഭവിച്ചു? ഈ പോസിറ്റീവ്ലി ചാർജ്ഡ് പ്ലേറ്റിന്റെ ഇലക്ട്രോസ്റ്റാറ്റിക് പൊട്ടൻഷ്യലിന്റെ വാല്യൂ എന്ത് ചെയ്തു? ഡിക്രീസ് ചെയ്തു. ഇലക്ട്രോസ്റ്റാറ്റിക് പൊട്ടൻഷ്യലിന്റെ വാല്യൂ ഡിക്രീസ് ചെയ്യുമ്പോൾ C equal to Q/V എന്ന ഇക്വേഷൻ പ്രകാരം കപ്പാസിറ്റൻസിന്റെ വാല്യൂ എന്ത് ചെയ്യും? ഇൻക്രീസ് ചെയ്യും. അതാണ് പാരലൽ പ്ലേറ്റ് കപ്പാസിറ്ററിന്റെ പ്രിൻസിപ്പിൾ. എങ്ങനെയാണ് കപ്പാസിറ്റൻസിന്റെ വാല്യൂ ഇലക്ട്രോസ്റ്റാറ്റിക് പൊട്ടൻഷ്യലിന്റെ വാല്യൂ ഡിക്രീസ് ചെയ്തത്? അത് എക്സാമിന് ചോദിക്കില്ല, പക്ഷെ അത് മനസ്സിലാക്കാൻ വേണ്ടിയാണ് ഞാൻ നിങ്ങളോട് ആദ്യം പറഞ്ഞത്. എന്താണ്? പോസിറ്റീവ്ലി ചാർജ്ഡ് പ്ലേറ്റ് മാത്രം നമ്മൾ കൺസിഡർ ചെയ്തു ആദ്യം. അതിന്റെ പൊട്ടൻഷ്യൽ എത്രയായിരുന്നു? 100 വോൾട്ട് ആണ് അല്ലെ? പോസിറ്റീവ്ലി ചാർജ്ഡ് പ്ലേറ്റിന്റെ മാത്രം പൊട്ടൻഷ്യൽ എത്രയാണ്? 100 വോൾട്ട് ആണ്. പക്ഷെ അതിന്റെ അടുത്തേക്ക് ഒരു നെഗറ്റീവ്ലി ചാർജ്ഡ് പ്ലേറ്റ് വെച്ചപ്പോൾ എന്താ സംഭവിച്ചത്? ഈ നെഗറ്റീവ്ലി ചാർജ്ഡ് പ്ലേറ്റ് മൂലം ഈ പോസിറ്റീവ്ലി ചാർജ്ഡ് പ്ലേറ്റ് ഒരു പൊട്ടൻഷ്യൽ ഉണ്ടാവും. അത് എത്രയായിട്ട് എടുത്തു? ഞാൻ -40 വോൾട്ട് എന്ന് എടുത്തു. അങ്ങനെയാണെങ്കിൽ ഈ പോസിറ്റീവ്ലി ചാർജ്ഡ് പ്ലേറ്റിന്റെ ടോട്ടൽ പൊട്ടൻഷ്യൽ എത്രയായി? 100 + -40 ഈസ് ഈക്വൽ ടു എത്രയായി? 60 വോൾട്ട് എന്നായി. ഓക്കെ, അതായത് നമ്മുടെ പ്ലേറ്റിന്റെ പൊട്ടൻഷ്യൽ 100-ൽ നിന്നും 60 ആയിട്ട് എന്ത് ചെയ്തു? ഡിക്രീസ് ചെയ്തു. ഓക്കെ, പൊട്ടൻഷ്യൽ ഡിക്രീസ് ചെയ്യുമ്പോൾ C equal to Q/V എന്ന ഇക്വേഷൻ പ്രകാരം V ഉള്ളത്, പൊട്ടൻഷ്യൽ ഉള്ളത് ഡിനോമിനേറ്ററിലാണ്. പൊട്ടൻഷ്യൽ ഡിക്രീസ് ചെയ്യുമ്പോൾ കപ്പാസിറ്റൻസ് എന്ത് ചെയ്തു? ഇൻക്രീസ് ചെയ്തു. ഇതാണ് പാരലൽ പ്ലേറ്റ് കപ്പാസിറ്ററിന്റെ പ്രിൻസിപ്പിൾ. ഓക്കെ, താങ്ക് യു.